Hi students, അപ്പോൾ നമ്മുടെ ഫൈനൽ സെക്ഷനിലേക്ക് നമ്മൾ എത്തി കൊടുക്കുകയാണ്. ഇതോട് കൂടിയിട്ട് ചെറിയൊരു ഫൈൻ ട്യൂൺസും ബാക്കിയുള്ള കാര്യങ്ങളോട് കൂടിയിട്ട് നമ്മൾ ക്ലോസ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാർജ് സ്ക്രീൻ ആവട്ടെ അല്ലെങ്കിൽ ഒരു സ്മോൾ ഡിവൈസ് ആവട്ടെ, നമ്മൾ ഇത് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കണ്ടൻറ്റ് ആക്സസ് ചെയ്യുന്നു ഒരു പർട്ടിക്കുലർ പേജ്. ഇനി എനിക്ക് വീണ്ടും അടുത്ത പേജിലേക്ക് എനിക്ക് പോകണമെങ്കിൽ എനിക്ക് കീപ്പ് ഓൺ ഞാൻ ടോപ്പിലേക്ക് വരണം. ടോപ്പിലേക്ക് വന്നിട്ട് അടുത്ത പേജ് ഏതാ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആ പേജിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷനാണ്. അതിൻ്റെ പകരം നമ്മുടെ ഈ കാണുന്ന നാവിഗേഷൻ സെക്ഷൻ അവിടെ തന്നെ ഫിക്സ്ഡ് ആയിട്ട് കിടക്കുകയാണെങ്കിലോ, അപ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് നാവിഗേഷൻ സെക്ഷൻ നമ്മുടെ പേജിനോടൊപ്പം സ്ക്രോളായി പോവുക ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ഫിക്സ് ചെയ്യിപ്പിക്കണം. ആ ഒരു പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ത്രൂ ഔട്ട് എല്ലാ ഇതിൽ മാത്രമല്ല നമ്മുടെ ഹയർ റെസൊല്യൂഷൻ മോണിറ്ററിലേക്ക് വരികയാണെങ്കിലും ഇഫ് ഐ സ്ക്രോൾ നമ്മുടെ ആ നാവിഗേഷൻ ബാർ നമുക്ക് വരുന്നില്ല. അപ്പോൾ ആ നാവിഗേഷൻ പാർട്ട് അവിടെ തന്നെ നമുക്ക് ഫിക്സ്ഡ് ചെയ്ത് കിടക്കുന്ന രീതിയിലുള്ള ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ മാറാൻ പോകണം. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ സ്മോളർ ഡിവൈസിന് ആദ്യം നമുക്കൊന്ന് സ്റ്റാർട്ടപ്പ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് വർക്കൗട്ട് ചെയ്യുന്നു നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കോൺടാക്ട് പേജിലായിരിക്കും നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഏത് പേജിന് വേണമെങ്കിലും വർക്ക് ചെയ്യാം, ബിക്കോസ് എല്ലാ പേജിനകത്തും നാവിഗേഷൻ ബാർ ഒന്ന് തന്നെയാണ്. റൈറ്റ്, അപ്പോൾ ഇതാണ് നമ്മുടെ പേജ്. ഈ പേജിനകത്ത് നാവിഗേഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന അൺഓർഡർ ലിസ്റ്റാണ്, നാവ് ലിസ്റ്റ് എന്ന് പറയുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ നാവ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ആദ്യം ഇതിനൊന്ന് ഹൈലൈറ്റ് ചെയ്യിപ്പിക്കാം നമുക്ക്. അപ്പോൾ നാവ് ലിസ്റ്റിൻ്റെ സ്റ്റൈൽസ് ഒന്ന് വരുന്നുണ്ട്. ജസ്റ്റ് ഏറ്റവും ടോപ്പിൽ നിന്ന് നമ്മുടെ നാവ് ലിസ്റ്റ് ഇവിടെയാണ് കൊടുത്തു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ചിലപ്പോൾ മോഡിഫിക്കേഷൻ നമ്മുടെ വെബ് പേജിനെ നെഗറ്റീവായിട്ട് കൊണ്ടുപോയേക്കാം. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഞാനൊരു കമൻറ്റ്സ് റൈറ്റ് ചെയ്യുന്നുണ്ട്, ന്യൂ സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ റൈറ്റ് ചെയ്യുന്നു. ആദ്യം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബോർഡർ ഒന്ന് അവൈൽ ചെയ്യിപ്പിക്കണം. അപ്പോൾ ബോർഡർ 1 പിക്സൽ സോളിഡ് റെഡ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഒന്ന് സേവ് ചെയ്യുന്നു, ക്ലോസ് ചെക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ നാവിഗേഷൻ ലിസ്റ്റ്. ഓക്കെ, നാവിഗേഷൻ ലിസ്റ്റിൻ്റെ പൊസിഷൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഫിക്സ്ഡ് ആയിട്ട് കൊടുക്കാൻ പോവാം. ഫിക്സ്ഡ് ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്കിത് സ്ക്രോൾ ചെയ്യാൻ പാടില്ല. യെസ്, സ്ക്രോൾ ചെയ്യുന്നില്ല, അവിടെ തന്നെ ഫിക്സ്ഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇനി അടുത്ത് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പ് ലെഫ്റ്റ് ഇവിടെ നിന്നല്ല, അതെ ഫ്രം ഹിയർ ഇറ്റ് വിൽ സ്റ്റാർട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ടോപ്പ് പൊസിഷൻ 0 പിക്സൽസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ ടോപ്പ് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റും ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ 0ലേക്ക് ഞാൻ മാറ്റുന്നുണ്ട്, 0. ഓക്കെ, ഒന്ന് സേവ് ചെയ്ത് ചെക്ക് ചെയ്യാം. ഓക്കെ, ടോപ്പ് ലെഫ്റ്റ് കറക്റ്റായി. ഇനി ഇതിൻ്റെ വിത്ത് നമുക്ക് ഇങ്ങനെ സ്ട്രിങ്ക് ചെയ്യരുത്, ബിക്കോസ് പൊസിഷൻ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ ഈ ഫിക്സ്ഡ് ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺടെക്സ്റ്റൽ കണ്ടൻറ്റ് എത്രമാത്രം വന്നിട്ടില്ല അതിനനുസരിച്ച് ഇത് ഷ്രിങ്ക് ആയി പോകും. അപ്പോൾ ഇതിൻ്റെ വിത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, പർപ്പസ്ഫുള്ളി ഒരു 100% ഓഫ് യു പാരൻറ്റ് കണ്ടെയ്നർ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സോ ഇപ്പോൾ എന്തായി 100% ആയിട്ടുണ്ട്. ഓക്കെ, 100% ഓക്കെയാണ്. ബട്ട് പാഡിങ് നമുക്ക് വേണം. അപ്പോൾ കയ്യോടെ തന്നെ ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ലൈക്ക് ഒരു പാഡിങ് വാല്യൂ ഒരു 20 പിക്സൽസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ടോപ്പ് ബോട്ടം ലെഫ്റ്റ് റൈറ്റ് എല്ലാം നമുക്ക് പ്രോപ്പറായി വന്നിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെച്ച് ആവും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ സ്ക്രോൾ ചെയ്യുന്നു. ഓക്കെ, കൂൾ. ബട്ട് ഇവിടെ സ്ക്രോൾ ചെയ്യുമ്പോൾ വരുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർനീത്ത് ആയിട്ടുള്ള കണ്ടൻ്റ് എല്ലാം നമുക്ക് കാണാൻ തുടങ്ങുന്നുണ്ട്. ആ ഒരു പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് കളർ അപ്പോൾ പ്ലെയിൻ വൈറ്റ് കളർ കൊടുക്കുകയാണെങ്കിൽ, അപ്പോൾ നിങ്ങളുടെ തീമിനനുസരിച്ച് മാറ്റിക്കോളൂ. നോക്കുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് കറക്റ്റ് ആ പ്ലെയിൻ വൈറ്റ് കളറിലൂടെ നമ്മുടെ കണ്ടൻറ്റ് കാണാവുന്ന രീതിയിൽ. അപ്പോൾ നമ്മുടെ മൊബൈൽ ഡിവൈസസിനകത്ത് ഓക്കെ 3 ഡിവൈസ് ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് ചെറിയൊരു ഒരു ഓവർലേ പോലെ കാണണമെങ്കിൽ, അതായത് ഈ വൈറ്റ് കളറിലൂടെ അണ്ടർനീത്ത് ആയിട്ടുള്ള കണ്ടൻറ്റ് ചെറുതായിട്ട് നമുക്കൊന്ന് ഡിസ്പ്ലേക്ക് വരണമെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, ഇൻസ്റ്റെഡ് ഓഫ് ഹെക്സാഡെസിമൽ വാല്യൂസ് RGBA എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമുക്ക് യൂസ് ചെയ്യാം. വൈറ്റ് ആണ് വേണ്ടത്. വൈറ്റിൻ്റെ RGB വാല്യൂ 255,255,255 ആൻഡ് ഒപ്പാസിറ്റി ആണ് ലാസ്റ്റ് A എന്ന് പറയുന്നത് RGBA. ആ 3 വാല്യൂസാണ് വൈറ്റ് വരാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി 4ാമത്തെ A എന്ന് പറയുന്നത് ആൽഫ 1 ആണെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് ഡിസ്പ്ലേക്ക് വരും. ആൽഫ ഞാനിപ്പോൾ ഇതേ തന്നെ 0.1ലേക്ക് മാറ്റുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒപ്പാസിറ്റി വേരിയേറ്റ് ആവും. നമുക്ക് കാണുന്നില്ല, കാണണ്ട, ചെറുതായിട്ടൊരു വൈറ്റ് കളറേ വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനൊരു 0.5ലേക്ക് ഞാൻ എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ആ വൈറ്റ് കളർ ഓവർലി നമുക്ക് കാണാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇത്രയും വേണ്ട. സോ ഒരു 0.8ലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. 0.9 ഇസ് ബെറ്റർ ഐ തിങ്ക്. 0.9 ഓക്കെ, അപ്പോൾ അധികം നമുക്ക് കാണാത്ത രീതിയിൽ. അപ്പോൾ നമ്മുടെ ഇതെല്ലാം ഡല്ലായിട്ടാണ് നമുക്ക് ഡിസ്പ്ലേക്ക് വരുന്നത്. ഓക്കെ, മനസ്സിലാവണ്ട. ഇനിയിപ്പോൾ ഇതിൻ്റെ ആ ഒരു റെഡ് കളർ ബോർഡർ ഒന്ന് റിമൂവ് ചെയ്യുന്നു. ബോർഡർ എനിക്ക് വേണ്ട, റിമൂവ് ചെയ്യുന്നു. ഓക്കെ, ഫൈൻ. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് നമ്മുടെ ഇപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫിക്സ്ഡായി. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏത് പേജിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കടന്നു പോകാൻ പറ്റും. ആ ഒരു രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യണം. ഓക്കെ, സർവീസ് പേജിലേക്ക് നമുക്ക് വന്നു. അപ്പോൾ ഈ ഒരു 3 വേർഷനിൽ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ക്രോസ് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, കൂൾ, പെർഫെക്റ്റ്. അടുത്ത വേർഷൻ ഒന്ന് നോക്കുന്നുണ്ട്. ഓക്കെ, കൂൾ, ഇതും ഓക്കെയാണ്.
ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ടാബ്ലറ്റ് മോഡിലേക്ക് മാറുന്നുണ്ട്. ടാബ്ലറ്റ് മോഡിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും വരുന്നില്ല, പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. ഒരു ചെറിയൊരു കറക്ഷൻ ചെയ്യാം. ഒരു ലിങ്കും അടുത്ത ലിങ്കും നമ്മൾ ഡിസ്റ്റൻസ് ഒന്നുകൂടി നമുക്കൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. കാരണം ഇത് വളരെ കോമ്പാക്റ്റ് ആയിട്ടാണ് കാണുന്നത്. എനിക്ക് ഒന്നുകൂടി ഇതിൻ്റെ ഡിസ്റ്റൻസ് ഒന്ന് ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ ഈ കാണുന്ന ഒരു ലിങ്കും അടുത്ത ലിങ്കെന്ന് പറയുന്നത് ഏതിനകത്താണ് കിടക്കുന്നത് നോക്കി നോക്കാം. ഒരു ലിസ്റ്റും അടുത്ത ലിസ്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ലിസ്റ്റിന് നമ്മളിവിടെ നാവ് ഐറ്റം എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നാവ് ഐറ്റത്തിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. നാവ് ഐറ്റം അതും എവിടെയാണ് നമുക്ക് വേണ്ടത്, ടാബിനകത്താണ്. അപ്പോൾ ഇത് ഡിഫോൾട്ട് ആയിട്ടുള്ള റൂട്ട് സ്റ്റൈൽസ് ആണ്. അപ്പോൾ ടാബിൻ്റെ സ്റ്റൈൽസിലേക്ക് നമ്മൾ എത്തുന്നു. നാവ് ഐറ്റം, അതെ നാവ് ഐറ്റം LIക്കാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് കാരണം കുറച്ചും കൂടി ഒന്ന് ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. 5 പിക്സൽ ഇസ് മോർ ദാൻ എനഫ്. ഓക്കെ ഫൈൻ. ഇത് ബാക്കിയുള്ള പ്രീവിയസ് ഡിസ്പ്ലേനെ അഫക്റ്റ് ചെയ്യില്ല, കൂളായിട്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്യും. കാരണം നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നത് മൊബൈൽ വേർഷനല്ല, ടാബ് വേർഷനകത്തുള്ള ലിസ്റ്റ് ഐറ്റംസിൻ്റെ സ്പേസാണ്, ലിസ്റ്റ് ഐറ്റത്തിൻ്റെ സ്പേസാണ് നമ്മളിപ്പോൾ ഇവിടെ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ക്ലിയർ ആയി. ഇനി അടുത്ത വേർഷനിലേക്ക് പോകുമ്പോൾ ഇതേ സെയിം 5 തന്നെയാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഇതിന് കുറച്ചും കൂടി ഒന്ന് നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്ക് വരുമ്പോഴേക്കും ഒന്നുകൂടി ഒരു 5 പിക്സലോ അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ കൊടുക്കുന്നത് വെച്ചെങ്കിൽ അതിൻ്റെ ഡെസ്ക്ടോപ്പ് വേർഷനിലേക്ക് മാറുക. ഡെസ്ക്ടോപ്പ് വേർഷനകത്ത് നാവ് ലിസ്റ്റ് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രീവിയസ് ആ പ്രോപ്പർട്ടീനെ നാവ് ലിസ്റ്റ് അല്ല നാവ് ഐറ്റം, നാവ് ഐറ്റത്തിൻ്റെ ഡെസ്ക്ടോപ്പ് ഉണ്ടോ മിൻ വിത്ത് 1024 ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ പ്രോപ്പർട്ടി എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടിന്യൂ ചെയ്ത് പൊക്കോട്ടെ. മാർജിൻ ടോപ്പ് ബോട്ടം അല്ലാതെ ലെഫ്റ്റ് റൈറ്റ് മാത്രം എനിക്കൊരു 10 പിക്സൽ എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. ഓക്കെ, ഒന്നുകൂടി നമുക്ക് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ടാവും. ഒന്ന് ക്ലിയർ ആയിട്ട് ഒന്നുകൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു 30 പിക്സൽസ് കൊടുക്കുന്നുണ്ട്, കാണുന്നുണ്ടോ? സ്പേസ് ഒരുപാട് കൂടുതൽ വന്നിട്ടുണ്ട്. സ്പേസ് അത്രയും വേണ്ട നമുക്കൊരു 10 പിക്സൽ ഇസ് മോർ ദാൻ എനഫ്. ഓക്കെ, അപ്പോൾ ഇവിടെയും കറക്റ്റായിട്ട് നമുക്ക് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഏത് പേജിലെടുത്താലും എഫക്റ്റീവായിട്ട് നമുക്ക് എന്തായിരിക്കും പ്രൊനൗൺസ് ചെയ്ത് വരുമായിരിക്കും. ഓക്കെ ആവണ്ട ഗൈസ്, റൈറ്റ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമ്മൾ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യുക. അപ്പോൾ ഫിക്സ്ഡ് ആയിട്ട് കിടക്കുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏതിനാ ഫിക്സ്ഡ് ആയിട്ട് കൊടുത്തു കൊടുക്കുന്നത്, നമ്മുടെ അൺഓർഡർഡ് ലിസ്റ്റ്, അതായത് നാവ് ലിസ്റ്റിനാണ് നമ്മൾ ഈ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ആ ഒരു സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ബാക്കിയുള്ള കറക്ഷൻസ് ഒന്നും ഇല്ല ഇതിനകത്ത്, എല്ലാം പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇതിന് നമ്മൾ ഫിക്സ്ഡ് ആയിട്ട് കൊടുത്തു, വിത്ത് 100% കൊടുത്തു. പ്ലസ് നമുക്ക് ഇതിൻ്റെ പൊസിഷൻ എവിടെയുണ്ട്, ടോപ്പ് ലെഫ്റ്റിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു, പാഡിങ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. ടാബിലേക്ക് വരുമ്പോഴേക്കും ഇതിൻ്റെ കുറച്ചും കൂടി ഈ ലിങ്ക് ടു ലിങ്ക് സ്പേസ് നമ്മൾ ഇൻക്രീസ് ചെയ്തു, ഡെസ്ക്ടോപ്പിന് ഒന്നുകൂടി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്, റൈറ്റ്. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ ഫൈനലൈസ് ചെയ്യണം. ഇതിൻ്റെ ഒരു നാവ് ഐക്കൺ നമുക്കൊന്ന് കമ്പോസ് ചെയ്യണം. അതും കൂടി ഒന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഫോട്ടോഷോപ്പിൽ നമ്മുടെ ഫയലൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ fav-icon വേണ്ടിയിട്ടുള്ള ഈ ഒരു കണ്ടൻറ്റാണ്. നമുക്ക് HD എന്ന് പറഞ്ഞ് മാത്രം അതിൽ കാണിച്ചാൽ മതി, കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്ത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ കാണുന്ന ലോഗോനെ ഒന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ലോഗോ. ഇതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു. ലൈക്ക് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ടു എ ന്യൂ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ എന്തായി, പുതിയൊരു ഡോക്യുമെൻറ്റിലേക്ക് നമുക്കിത് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇതാണ് നമ്മുടെ കണ്ടൻറ്റ്. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻറ്റൻസിറ്റി ഒക്കെ ഒന്ന് കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളറിൽ ഞാനൊന്ന് ഫില്ല് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിനകത്ത് എനിക്ക് വേണ്ടത് ഇതൊന്ന് എഡിറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫയൽ അല്ല. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യണം. ഓക്കെ, നമുക്കിനി ഇതിൽ വേണ്ടത് മാക്സിമം ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ ലെയറും കൂടി നമുക്ക് ആക്ച്വലി പറയുകയാണെന്ന് വെച്ചാൽ വേണ്ട, ഇത് മതി നമുക്ക്. ഇത് ഈ കാണുന്ന കണ്ടൻറ്റാണ്. ഇതിനകത്ത് ഈ ഹോം ഡെക്കർ ഈ പാർട്ടൊന്നും നമുക്ക് വേണ്ട. ഇനി നമുക്ക് വേണ്ടത് HT മാത്രം മതി. HT ഒന്ന് ട്രാൻസ്ഫോം ചെയ്ത് നോക്കാം. ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, ഇതിന് ഒന്നുകൂടി നമുക്കൊന്ന് കോൺട്രാസ്റ്റ് ചെയ്തേക്കാം. ഓക്കെ, കൺട്രോൾ L യൂസ് ചെയ്യുന്നുണ്ട്. ഒന്നുകൂടി കോൺട്രാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ഫൈൻ, ഈ ഒരു രീതിയിൽ, റൈറ്റ്. ഇനി ഇതിനെ ഒന്ന് നമുക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ലോട്ട് ഒരു 10, 20. ഓക്കെ ഓക്കെ, ഇനി ബാക്ക്ഗ്രൗണ്ട് ഒന്ന് എടുത്ത് കളയുന്നു. ഇതാണ് നമ്മുടെ ലോഗോ. ഓക്കെ, fav-icons ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ലോഗോ ഇതാണ്. ഇനി ഇതിന് ഞാൻ എന്ത് ചെയ്യുന്നു, ഫയൽ സേഫ് ഫോർ വെബ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 400 സംതിങ് ആണ് പിക്സൽസ് എന്ന് കൊടുക്കുന്നത്. വേണമെങ്കിൽ എനിക്ക് റെഡ്യൂസ് ചെയ്യാം ഇതിനെ, കുഴപ്പമില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തോളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. സേഫ് ഫോർ വെബ് ആൻഡ് ഹിയർ
PNG24 എന്ന് പറഞ്ഞു കൊടുക്കുക, ബിക്കോസ് ബാക്ക്ഗ്രൗണ്ട് എല്ലാം നമുക്കിങ്ങനെ ഫിനിഷ് ആയി പോകണം. ഓക്കെ, സേവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വർക്ക് ഫയലിലേക്കകത്ത് തന്നെ നമുക്കൊന്ന് സേവ് ചെയ്തേക്കാം. നമ്മുടെ ഫയൽ വേണേൽ സ്റ്റുഡൻറ്റ് ക്ലാസ്സിനകത്ത് ഇമേജസിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, fav-icon എന്ന് പറയുന്ന പേരിൽ ഇതിന് ഞാൻ എന്ത് ചെയ്യുന്നു, സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു PNG ഫയലായിട്ട് നമുക്കിപ്പോൾ എക്സ്പോർട്ടായി കിട്ടിയിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. നമുക്ക് നമ്മുടെ ലെക്ചേഴ്സിനകത്ത് സ്റ്റുഡൻറ്റ് ക്ലാസ് ഇമേജസിനകത്ത് ഒരു PNG ഫയൽ fav-icon എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി കോഡിലേക്ക് വരുന്നുണ്ട്. ഞാൻ കോഡിൽ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഏതായിരുന്നു, ഇത് fav-icon വേണ്ടിയിട്ടുള്ള ലിങ്ക്സാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ലിങ്ക് ടാഗ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് വേണ്ടത് ലൈക്ക് ഷോർട്ട് കട്ട് ഐക്കൺ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. hrefനകത്ത് നമുക്ക് നമ്മുടെ ഇമേജ് ഫോൾഡറിനകത്തില്ല. അപ്പോൾ നമ്മുടെ ഇമേജ് ഫോൾഡറിനകത്തുള്ള fav-icon ഇതാണ് നമുക്ക് വേണ്ടത്. ദാറ്റ്സ് ഇറ്റ്. സേവ് ചെയ്യുന്നുണ്ട്. യെസ്, അപ്ഡേറ്റ് ആയി. അപ്പോൾ ഇത് കുറച്ച് എന്തോ പ്രൊപ്പോർഷണാലിറ്റി എന്തോ പ്രോബ്ലം വരുന്ന എന്തെങ്കിലുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ വിത്തും ഹൈറ്റും പ്രൊപ്പോർഷണൽ ആയിരിക്കണം, എന്നാലേ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വിത്തും ഹൈറ്റും നമ്മൾ പ്രൊപ്പോർഷണലായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു പുതിയൊരു ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഒരു 100x100. അപ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ കമ്പോസ് ചെയ്തിരുന്ന ഈ ഫയൽ, ഈ കാണുന്ന ഫയലിൻ്റെ സൈസ് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ 446 328. പ്രൊപ്പോർഷണാലിറ്റി ഇല്ല. പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത് വിത്തും ഹൈറ്റും ഒരേപോലെയല്ല വന്നു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യണം. അതാണ് ഇതിൻ്റെ പ്രോബ്ലം ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഈ കാണുന്ന കണ്ടൻറ്റിനെ ലൈക്ക് നമ്മുടെ 100x100ലേക്ക് ഇതിനൊന്ന് ഷ്രിങ്ക് ചെയ്ത് കൊണ്ടുണ്ട്. അതൊന്ന് കൺവേർട്ട് ടു സ്മാർട്ട് ഓബ്ജക്റ്റ്. കാരണം നമുക്ക് അതിൻ്റെ ക്വാളിറ്റി വീണ്ടും റീറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇതിനെ കൊടുത്തു കൊടുക്കുന്നത്. ജസ്റ്റ് ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, ഒന്ന് കറക്റ്റ് സെൻട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ഓൾ, ഹൊറിസോണ്ടലി സെൻറ്റർ, വെർട്ടിക്കലി സെൻറ്റർ. ഓക്കെ, ഇനി ഈ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേണ്ട. ഒന്നും കൂടി ഇതിനെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കാം. ഓക്കെ, ഫൈൻ. അപ്പോൾ ആക്ച്വൽ സൈസിൽ ഇങ്ങനെ വന്നു കൊടുക്കണം. ഇനി ഇതിനൊന്നുകൂടി നമുക്കൊന്ന് സേവ് ഫോർ വെബ് PNG24 ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ട്രാൻസ്പെറൻ്റ് ആണ്. നമ്മുടെ fav-iconലേക്ക് തന്നെ ഇതിനൊന്ന് റീപ്ലേസ് ചെയ്യുന്നു. റീപ്ലേസ് ചെയ്തിട്ട് നമുക്കൊന്നുകൂടി ഇതിന് അപ്ഡേറ്റ് ചെയ്ത് നോക്കി നോക്കാം. ജസ്റ്റ് ഒന്ന് റീപ്ലേസ് ചെയ്യുന്നു. ഓക്കെ, പ്രൊപ്പോർഷണൽ ആയിട്ടുണ്ട്. നേരത്തെ നമുക്ക് സ്ക്വീസ് ചെയ്തിട്ട് കണ്ടായിരുന്നു പ്രൊപ്പോർഷണൽ ആയിട്ട്. അപ്പോൾ നമ്മുടെ fav-icon സെറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, വിത്തും ഹൈറ്റും ഒരേ സൈസിൽ വന്നിരിക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺസെപ്റ്റും കൂടി നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. ഈ ഷോർട്ട് കട്ട് ഐക്കൺസിന് എല്ലാ പേജിനകത്തേക്കും നമ്മുടെ CSS കണക്ട് ചെയ്ത ഉടൻ തന്നെ PNG ഫയൽ സെറ്റ് ചെയ്യുന്നുണ്ട്. കളക്ഷൻ പേജിനകത്തും ഇതുപോലെ തന്നെ. സോ കളക്ഷൻ്റെയും CSS ഫയൽ കണക്ട് ചെയ്ത ലൊക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ഇതിനെ ആഡ് ചെയ്യുന്നു. കോൺടാക്റ്റിൽ ആൾറെഡി നമുക്ക് വന്നിട്ടുണ്ട്. അടുത്ത് ഇൻഡെക്സ് പേജാണ്. ഇൻഡെക്സ് പേജിനകത്തും നമുക്ക് ആഡ് ചെയ്യാം. സർവീസ് പേജിനകത്തും ഇതിനെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാ പേജസും ഒന്ന് അപ്ഡേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ. ഇനി നമ്മുടെ ബ്രൗസർ വിൻഡോയിൽ നിന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. ഇത് ഇപ്പോൾ നമ്മുടെ ഹോം പേജാണ് കാണുന്നത്. കോൺടാക്റ്റിലും ഓക്കെയാണ്. കളക്ഷനകത്ത് നമുക്ക് ഓക്കെ. സർവീസ് പേജും ഓക്കെയാണ്. അബൌട്ടിനകത്ത് ഓക്കെയാണ്. ഫൈൻ. അപ്പോൾ എല്ലാ വ്യൂസും നമ്മൾ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈവൻ ഹയർ റെസൊല്യൂഷൻ വ്യൂസിലേക്ക് വരുമ്പോഴേക്കും പ്രോപ്പർ തന്നെയാണ്. ഓക്കെ, നമ്മുടെ ഈ കണ്ടൻറ്റിന് എങ്ങനെ നമ്മുടെ മൊബൈലിലൂടെയും ടാബിലൂടെയും നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടി നമുക്കൊന്ന് ഫൈനലൈസ് ചെയ്താൽ ഈ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതിലൂടെ നമ്മൾ ചെക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലൈക്ക് നമ്മുടെ മൊബൈൽ വേർഷൻ ആണെങ്കിലും ശരി, ഓക്കെ ഫൈൻ. അതുപോലെ തന്നെ നമ്മുടെ ഡെസ്ക്ടോപ്പും ടാബും എല്ലാം ഓക്കെയാണ്. ഇതൊക്കെ നമുക്കൊന്ന് നമ്മുടെ ഓൺ മൊബൈലിൽ ഒന്ന് പാസ് ചെയ്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റാണ് ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ മൊബൈലിലേക്ക് ഇതിനെ കോപ്പി ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, മൊബൈൽ കണക്റ്റഡ് ആണ്. ഇനി ലോക്കൽ ഡ്രൈവിലേക്ക്, ഇനിയിപ്പോൾ നമുക്ക് ഫോട്ടോഷോപ്പ് ഫയലൊന്നും വേണ്ട, അതൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മൊബൈൽ ഇവിടെ വിസിബിൾ ആണോ? യെസ്, വിസിബിൾ ആണ്. ജസ്റ്റ് ഒന്ന്
വേറൊരു വിൻഡോയിലൂടെ ഞാൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡ്രൈവിൻ്റെ കണ്ടൻറ്റ് ഒന്നും കാണുന്നില്ല എനിക്ക്. അപ്പോൾ ഞാൻ ഇതിനൊന്ന് ആൻഡ്രോയിഡിൻ്റെ USB എന്നുള്ളത് ഫോർ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാൻ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് നമ്മുടെ ദിസ് PC-നകത്ത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഞാൻ കാർഡിനകത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ലൈക്ക് ഒരു പുതിയ ഫോൾഡർ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുന്നു. ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിനെ ഞാൻ HD എന്ന് പറഞ്ഞ ഫോൾഡറാണ് ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനകത്തേക്ക് നമ്മുടെ അസറ്റ്സ് എല്ലാം കംപ്ലീറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യണം, റൈറ്റ്. അപ്പോൾ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഫയൽ, അപ്പോൾ എൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആണ്. ഇതെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട്. ലെക്ചേഴ്സിനകത്ത് സ്റ്റുഡൻറ്റ് ക്ലാസ്, ഇതാണ് നമ്മുടെ മൊത്തം കണ്ടൻറ്റ്. നമ്മുടെ CSS ഫോൾഡർ ഇതിനകത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫോൺസ്, യൂസ് ചെയ്തിട്ടുള്ള ഫോൺസ്, ഇമേജസ് എല്ലാം ഇതിനകത്ത് ബാക്കാണ്. നമ്മുടെ 5 പേജ് വന്നിട്ടുണ്ട്. ഈ ഡീബഗ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന VS കോഡ് വഴി ജനറേറ്റ് ആയതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഫോൾഡറിനകത്തുള്ള ഇത്രയും കണ്ടൻസിനെ ഒന്ന് കോപ്പി ചെയ്യേണ്ടത് ഞാൻ. കോപ്പി ചെയ്ത് എൻ്റെ ഈ HD എന്ന് പറഞ്ഞ ഫോൾഡറിനകത്തേക്ക് ഞാൻ പേസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു മെമ്മറി കാർഡിനകത്ത് ലൈക്ക് HD എന്ന് പറഞ്ഞ ഫോൾഡറിനകത്താണ് എൻ്റെ അസറ്റ്സ് എല്ലാം കിടക്കുന്നത്. ഇനി നമുക്ക് AnyDesk ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത ഇൻ്റർഫേസ് ഇതാണ്. അപ്പോൾ ഈ കാണുന്ന സെയിം ആപ്ലിക്കേഷൻ്റെ APK ഫയൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും, മൊബൈലിലേക്കും ടാബിലേക്കും വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇത് എൻ്റെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊബൈലിലും ഈ കാണുന്ന സെയിം ആപ്പ് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒന്ന് ഓൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി മൊബൈലിൽ നമുക്കൊരു ചെറിയൊരു കോഡ് കാണും. ആ കോഡിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കണക്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ കണക്ഷൻ ഇൻ പ്രോഗ്രസ് പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ മൊബൈൽ ഏത് സ്ക്രീനാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടത് അവിടെ ഓപ്ഷൻ ചോദിക്കും. കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനൊക്കെ ചോദിക്കും. കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ മൊബൈൽ സ്ക്രീൻ. ഓക്കെ, ഫൈൻ, ഇതാണ് എൻ്റെ മൊബൈൽ സ്ക്രീൻ. അപ്പോൾ ഈ മൊബൈൽ സ്ക്രീനിനകത്ത് ഇവിടുന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇൻട്രാക്റ്റീവ് ആണ്, എനിക്ക് വരുന്നുണ്ട്. കറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിലെനിക്ക് വേണ്ടത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ദിസ് ഈസ് ലോക്കൽ HTML വ്യൂവർ. ഇതിപ്പോൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ APK ഫയൽ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് വേണ്ടത്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്, ഓപ്പൺ ആയി. അപ്പോൾ എൻ്റെ മൊബൈലിൻ്റെ ഇൻ്റർഫേസ് ആയപ്പോൾ ഞാൻ വർക്ക് ചെയ്യണം കേട്ടോ. കീപ്പ് വൈൽ യൂസിൽ മാത്രമേ ഞാൻ ആക്സസ് ചെയ്യാൻ പറയുന്നു. ഓക്കെ, ഇനി ഇതിന് ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫയൽ ഏതാണെന്ന് വെച്ചാൽ ആ ഫയലിനൊന്ന് ജസ്റ്റ് ഒന്ന് പോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ HT ഫോൾഡറിനകത്തുള്ള ഇൻഡെക്സ് ഫയൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻഡെക്സ് ഫയൽ പ്രോപ്പറായിട്ട് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ മൊബൈലിൻ്റെ സ്ക്രീനാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, റൈറ്റ്. ഓക്കെ, ഇതുപോലെ തന്നെ മെനൂസൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. അടുത്തൊരു പേജിലേക്ക് പോകുന്നുണ്ട്, കളക്ഷൻ എന്ന് പറഞ്ഞ പേജിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ കളക്ഷൻ പേജ്. അപ്പോൾ കളക്ഷൻ പേജും ഇതുപോലെ തന്നെ എഫക്റ്റീവായിട്ട് നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, എല്ലാം ഓക്കെ ആണ്. ഇനി ഇതിൻ്റെ വ്യൂ ഞാൻ എന്ത് ചെയ്യുന്നു, ലാൻഡ്സ്കേപ്പിലേക്ക് ഒന്ന് മാറ്റുകയാണ്. ഓക്കെ, സോ ലാൻഡ്സ്കേപ്പിലേക്ക് ഞാൻ ചേഞ്ച് ചെയ്യുമ്പോഴേക്കും ഇവിടെയും അപ്ഡേറ്റ് ആയി. അപ്പോൾ നേരത്തെ കണ്ട സ്ക്രീനോ കാര്യങ്ങളെല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. ഓക്കെ, സോ എൻ്റെ കയ്യിൽ ഡിഫറെൻ്റ് ആണ്. സോ അബൌട്ട് എന്ന് പറഞ്ഞ പേജിലേക്ക് പോകുന്നുണ്ട്. അബൌട്ട് പേജിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഈ ഒരു കണ്ടൻറ്റ് നമുക്ക് ഇങ്ങനെ ഡിസ്പ്ലേക്ക് വരുന്നു. ഹോം പേജിലേക്ക് വരുമ്പോഴേക്കും ഈ രീതിയിലാണ് നമുക്ക് ഡിസ്പ്ലേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ മെനൂസ് എല്ലാം ഫിക്സ്ഡ് ആണ്. അപ്പോൾ ഇത്രയല്ലോ നമ്മുടെ കണ്ടൻറ്റ്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മൾ ഈ ഹോം ഡെക്കറിൻ്റെ വർക്ക് ക്ലോസ് ചെയ്യാണ്. കഴിഞ്ഞു, വേറെ ഒന്നും നോക്കാനില്ല. അപ്പോൾ നിങ്ങളുടെ എക്സാം പാറ്റേണും ഇതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ ചെയ്ത കോഡിംഗ് പ്രോസസ്സ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇതിൻ്റേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഓൺ സ്റ്റൈലിൽ നിങ്ങൾക്ക് കോഡ് റൈറ്റ് ചെയ്യാം. കോഡ് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്ന രീതിയിൽ തന്നെ പോകണം, ഞാൻ ചെയ്ത രീതിയിൽ തന്നെ ചെയ്യണം യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയല്ലോ നമ്മുടെ ടോപ്പിക്. ഇതോടുകൂടി കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ഇത് നല്ല രീതിയിലൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ ഒരാഴ്ച നമുക്ക് വേണ്ടി വന്നേക്കാം. ഓക്കെ, പ്രാക്ടീസ് ചെയ്ത് എടുത്തോളൂ. അപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു മോഡൽ ടെസ്റ്റും കൂടി കണ്ടക്ട് ചെയ്യാം. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം എന്താണുള്ളത്. ഇപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.